ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങളുടെ 22nd ഡേ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ 2-3 ദിവസം ഞങ്ങൾ ഇസ്താംബുളിലായിരുന്നു. നമ്മുടെ ടർക്കിയുടെ ഏറ്റവും വലിയ നഗരവും വാണിജ്യപരമായ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന സിറ്റിയുമാണ് നമ്മുടെ ഇസ്താംബുൾ എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ഏഷ്യൻ ടർക്കിയിലേക്കാണ്. ഏഷ്യൻ ടർക്കിയിലാണ് നമ്മുടെ ടർക്കിയുടെ ക്യാപിറ്റലായ അങ്കാര. ഞങ്ങൾ ഏതാണ്ട് 5:30 ആയപ്പോൾ അവിടുന്ന് യാത്രയായി. നമുക്ക് ഇവിടുന്ന് ഒരു 675 കിലോമീറ്റർ ദൂരമുണ്ട് അങ്ങോട്ട് ചെല്ലുവാനായിട്ട്. ഞങ്ങളീ പോകുന്ന വഴിക്ക് കടലിൻ്റെ അടിയിൽക്കൂടെയാണ് ശരിക്കും ഈ 2 ടർക്കിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. അത് ടർക്കിൽ എന്താ പറയുക, കടലിൻ്റെ അടിയിൽക്കൂടെ ഒരു തുരങ്കം ഉണ്ട്, അതിൽ കൂടെയാണ്. നമ്മൾ താമസിച്ച ഇസ്താംബുളിൽ ടർക്കിയിലെ ജനങ്ങളുടെ മൊത്തം ജനസംഖ്യയിൽ 3% ജനങ്ങൾ മാത്രമേ ഉള്ളൂ ഇസ്താംബുളിൽ താമസിക്കുന്നുള്ളൂ. ബാക്കി 97% ആൾക്കാർ താമസിക്കുന്നത് ഏഷ്യൻ ടർക്കിയിലാണ്. അപ്പോൾ ഈ ഏഷ്യൻ ടർക്കിയെയും അതുപോലെ തന്നെ യൂറോപ്പ് ടർക്കിയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഒരു ചെറിയൊരു കടൽ, ഒരു കയറി കിടക്കുന്ന കടലാണ്. അതിന് പറയുന്നത് ബോസ്ഫറസ് കടൽ എന്നാണ്. ബോസ്ഫറസ് ഉൾക്കടൽ എന്ന് പറയാം. ഒരു ചെറിയൊരു ഉൾക്കടൽ മാത്രമാണ്. ഏതാണ്ട് 14 കിലോമീറ്റർ ദൈർഘ്യമുള്ള തുരങ്കമാണ്. അതും ബ്ലാക്ക് സീ. നമ്മളിനി പോകുന്ന സ്ഥലത്താണ് ബ്ലാക്ക് സീ ഉള്ളത്. അതായത് ഏഷ്യൻ ടർക്കിലാണ് ബ്ലാക്ക് സീ ഉള്ളത്. നമ്മളിപ്പോൾ പോകുന്നത് അങ്ങോട്ട് സിനിമയിൽ സാംസണിൽ എന്ന സിറ്റിയിലേക്കാണ് നമ്മൾ പോകുന്നത്. 8 മണിക്കൂർ യാത്രയുണ്ട്. കടലിൻ്റെ അടിയിൽ കൂടെയുള്ള ഒരു ടണലാണിത്. 14 കിലോമീറ്റർ ഉണ്ട്. യൂറോപ്യൻ ടർക്കിയിൽ നിന്നും ഏഷ്യൻ ടർക്കിയിലേക്കുള്ള യാത്രയാണിത്. നല്ല സൈലൻ്റായൊരു തരംഗമാണ്. ഒരു ശബ്ദവും ഇല്ല, അനാവശ്യമായുള്ളൊരു എക്കോയും ഇല്ല. തുറക്കം കഴിഞ്ഞു ഞങ്ങൾ ഏഷ്യൻ ടർക്കിയിലേക്ക് കടന്നു. ചെറിയൊരു ഭംഗിയൊക്കെ ആസ്വദിച്ചങ്ങ് പോവാം. ചുറ്റും പർവ്വത നിരകൾ മാത്രമാണ് ഇവിടെയും. നമ്മൾ കാണുന്ന വഴിയുടെ നടുക്കോടെ വഴി മാത്രം പർവ്വതമില്ല കേട്ടോ. ഇങ്ങനെ അതിന് മുകളിലേക്ക് ചുറ്റും മലയാണ്. നല്ല രസമാണ്. 2 സൈഡിലും മല, നടുക്കോടെയാണ് വഴി. മുഴുവൻ മലയാണ്, മലയോട് മലയാണ് ഇവിടെ. മൊട്ടക്കുന്നുകളുടെ ഒരു മേഖലയാണ് ഇവിടെ. മരങ്ങൾ വളരെ കുറവാണ്, വെച്ച് നട്ടേക്കണതേ ഉള്ളൂ എന്ന് തോന്നുന്നു. ചുറ്റും മലകൾ മാത്രം, വേറെ ഒന്നും കാണുന്നില്ല. ഞങ്ങളിപ്പോൾ ഒരു ഡ്രൈവ് ചെയ്തിട്ട് 5 മണിക്കൂറോളായി. ഇതുവരെ ഇത്രയും ദൂരം യാത്ര ചെയ്തെങ്കിലും ഒരു ടൗണായിട്ടൊന്നും കാണാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. 5-6 മണിക്കൂർ യാത്ര ചെയ്തതിന് ശേഷം ചെറിയ ഗ്രാമങ്ങളൊക്കെ കണ്ടു തുടങ്ങി. വലിയ ഒത്തിരി വീടുകളൊന്നുമില്ല. 10, 50, 60, 70 വീടുകളെ ഉള്ളെന്ന് തോന്നുന്നു. ഇതാണ് ഇന്ന് ഇത്രയും യാത്ര ചെയ്തിട്ട് 5-6 മണിക്കൂർ യാത്ര ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റിയ ഗ്രാമപ്രദേശങ്ങൾ. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്നും അല്ല കേട്ടോ. ഈ മലകൾക്ക് നല്ല ഹൈറ്റ് ഉണ്ട്. നമ്മൾ കാറിൽ നിന്ന് നമ്മളെടുക്കുന്ന എന്താ പറയുക, ആംഗിളിൻ്റെയൊക്കെ ഇത് വെച്ച് നമുക്ക് ചെറിയൊരു മലയായിട്ട് തോന്നുള്ളൂ. പക്ഷേ ഇതെല്ലാം മലകൾക്ക് നല്ല ഹൈറ്റ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഏഷ്യ ഭൂഖണ്ഡത്തിൽ കയറിയിട്ട് ആദ്യത്തെ ഫുഡാണ്, ലഞ്ച് കഴിക്കുകയാണ്. ഫസ്റ്റ് ലഞ്ച് ഇൻ ഏഷ്യ. ടർക്കിയിലെ ആദ്യത്തെ ലഞ്ച്. സൂപ്പ്, ചിക്കൻ സൂപ്പ്, അതുപോലെ
ഇവിടെ ഒരു ബോക്സ് ബ്രെഡ് കൊണ്ടുവച്ചിട്ടുണ്ട്. അത് മൊത്തം കഴിക്കാനൊന്നുമല്ല, നമുക്ക് ആവശ്യം എടുത്തിട്ട് കഴിക്കുന്നുള്ളതാണ്. പിന്നെ എന്തോ ഒരു പിസ്സ അല്ല, നമ്മൾ പിസ്സ എന്ന് പറഞ്ഞാലും ഇപ്പോഴത്തെ പറയുന്ന വേറൊരു പേരാണ് പറയുന്നത്. അവർ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലായില്ല, ഞങ്ങൾ നമുക്ക് മനസ്സിലായില്ല, ആംഗ്യ ഭാഷ കാണിച്ചു കൊടുത്തു, അവരുണ്ടാക്കി തന്നു. അതെ, ഇവിടെ ഒന്നും ഒരു ശകലം പോലും ഇംഗ്ലീഷ് അറിയാൻ പാടില്ല. ഒരു സ്കൂൾ കുട്ടി എവിടുന്നോ ഓടി വന്ന് എന്തൊക്കെയോ പറഞ്ഞ് സെറ്റാക്കി തന്നു ഞങ്ങൾക്ക്. അപ്പം ഇന്നത്തെ ലഞ്ചിങ്ങിന് ആംഗ്യ ഭാഷയും കൊണ്ടുള്ള ഫുഡ് കിട്ടി, എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ സാംസൺ ടൗണിൻ്റെ ഏതാണ് എൻട്രിയൊക്കെ ആയിക്കഴിഞ്ഞു. അതിലെ ചെറിയ ചെറിയ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. നമ്മുടെ ഏഷ്യൻ ടർക്കിയിലെ വലിയ സിറ്റികളിൽ ഒന്നാണ് സാംസൺ. അപ്പോൾ അതിൻ്റെ ഒരു ഏതാനും ചില ഭാഗങ്ങളാണ്. മെയിൻ ടൗണിലേക്ക് എത്തിയില്ല, ഇനിയൊരു 45 കിലോമീറ്ററും കൂടി ഉണ്ട്. അപ്പം ഒരു മുന്നമായിട്ടുള്ള ഒരു വില്ലേജല്ല, ഒരു ടൗൺഷിപ്പാണിത്. യെസ്, അപ്പോൾ നമ്മൾ ഏതാണ്ട് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഒരു 45 കിലോമീറ്ററും കൂടെ ഇനി യാത്ര ചെയ്താൽ മതി. ഇന്നത്തെ യാത്ര ഇന്നിവിടെ അവസാനിപ്പിക്കണം.